ഹായ് ഫ്രണ്ട്സ്, മെക്കാനിക് ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഇതുപോലെ ഒരു സ്റ്റൈലസ് നിർമ്മിക്കാമെന്നുള്ളതാണ്. ഇതിനെ ടച്ച് പെൻ എന്നും പറയാറുണ്ട്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയായിരിക്കും. നമ്മുടെ മൊബൈൽ സ്ക്രീനൊക്കെ വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പേനയാണിത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ നിർമ്മിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതുത്തൻ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. ഈ ഒരു സ്റ്റൈലസ് നിർമ്മിക്കുന്നതിനായി നമുക്ക് ആദ്യം തന്നെ ഇതുപോലൊരു പേന ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരു പേന മതി. ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു നിബും റീഫിലറും നമുക്കിതിൽ ആവശ്യമില്ല. പിന്നെ നമ്മുടെ പേനയുടെ ബാക്ക് സൈഡിൽ വരുന്ന ഈ ഒരു ക്യാപ്പ് തൽക്കാലത്തേക്ക് ഊരി വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കോപ്പർ വയറാണ്. അത് നമ്മുടെ പേനയുടെ ലെങ്തിനേക്കാൾ ഒരു 2 സെൻറ്റിമീറ്ററെങ്കിലും കൂടുതലായിട്ടാണ് എടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ ആ ഒരു കോപ്പർ വയറിൻ്റെ ഒരു എൻഡ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വളച്ച് വെച്ച് കൊടുക്കുക. അത് നമ്മുടെ ആ ഒരു പേനയുടെ ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഊരി ആ ഒരു ക്യാപ്പ് എടുത്ത് നമ്മുടെ ആ ഒരു ബാക്ക് സൈഡ് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കോപ്പർ വയർ അവിടെ നന്നായിട്ട് ടൈറ്റായിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബഡ്സ് ആണ്. ഇതിൻ്റെ ഏകദേശം ഇവിടെ ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇത്ര ഭാഗമേ ഇതിൽ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പാൻ എടുക്കുക. അതിലേക്ക് ബാക്കി നിൽക്കുന്ന ആ ഒരു കോപ്പർ വയർ അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ അല്പം ഒന്ന് വളച്ച് കയറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ബഡ്സ് അതിലേക്ക് കറക്റ്റായിട്ട് നല്ല ടൈറ്റായിരിക്കുന്ന വിധത്തിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. ഇപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ സ്റ്റൈലസിൻ്റെ ഏകദേശം വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ശകലം വെള്ളം ആവശ്യമുണ്ട്. ഒരു തുള്ളിയോളം മതി. അത് നമ്മുടെ ആ ഒരു ബഡ്സ് ഒന്ന് നനയ്ക്കുന്നതിന് വേണ്ടിയാണ്. ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ആ ഒരു ബഡ്സ് ഒന്ന് നനഞ്ഞാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ ഈ ഒരു സ്റ്റൈലസിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വർക്കിംഗ് ആണെന്നൊക്കെ നോക്കാം. സംഭവം നല്ല വർക്കിംഗ് ആണ്. നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു വിരലെങ്കിലും നമ്മൾ വച്ചിട്ടുള്ള ഒരു കോപ്പർ വയറിൽ തട്ടി നിൽക്കണം. എന്നാൽ മാത്രമേ ഇത് വർക്ക് ആവുകയുള്ളൂ. കാരണം നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനൊക്കെ വർക്കാകുന്നത് നമ്മുടെ വിരലിലുള്ള ആ ഒരു ഇലക്ട്രിക് ചാർജ് സ്ക്രീനിൽ എത്തുമ്പോഴാണ്. അതിനായിട്ടാണ് നമ്മളിവിടെ കോപ്പർ വയർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സ്റ്റൈലസ് എങ്ങനെ നിർമ്മിക്കും എന്നുള്ളത് കണ്ടില്ലേ? ഇത് നമുക്ക് മെയിനായിട്ട് പ്രയോജനപ്പെടുന്നത് ഈ മൊബൈൽ ഫോണിൽ ഡ്രോയിങ് ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നവർക്കാണ്. കുറച്ചുകൂടി നമ്മൾ വിരലുകൊണ്ട് വരയ്ക്കുന്നതിനേക്കാൾ അല്പം കൂടി പെർഫെക്ഷൻ നമുക്ക് ഈ ഒരു സ്റ്റൈലസ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ്. സ്റ്റൈലസ് നമ്മുടെ മൊബൈൽ ഫോണുകൾക്കൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള ഒരു പേനയാണ്. ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും. അതായത് നമ്മുടെ കയ്യിലുള്ള അഴുക്കോ ഒന്നും നമ്മുടെ ആ ഒരു സ്ക്രീനിൽ പറ്റൂല. അപ്പോൾ സ്ക്രീനിന് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റൈലസ് മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്കറിയാവുന്നവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് അവർക്ക് കൂടി ഒരു പുതിയ അറിവായിരിക്കും. അപ്പോൾ അവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്ന് കാണും വരെ ഗുഡ് ബൈ.